അതായത് കോൺഗ്രസ്സുകാർ തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് കേന്ദ്ര വനവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം അതിന്റെ ഭേദഗതിയൊക്കെ വന്നിട്ടുണ്ട്. അത് കൂടുതൽ കർശനമാക്കുന്ന ഭേദഗതിയാണ് വന്നത്. ഇപ്പോൾ കോൺഗ്രസ് കൊണ്ടുവന്നു, അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ BJP ഗവൺമെന്റ്. കേന്ദ്ര ലിസ്റ്റിൽപ്പെട്ടതാണ് ഈ വനം. സംസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളാണ്. എന്നാൽ ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് വന്യമൃഗങ്ങളും നാടൻ പ്രദേശങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവാസ കേന്ദ്രത്തിൽ, അതിന്റെ നമ്പർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആവാസ കേന്ദ്രത്തിൽ അതിന് ആഹാരം കിട്ടത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുക, അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നതിനെ തടയുക. ഇത് രണ്ടു മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിന്റെ ഒരു പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റിന് നൽകിയതാണ്. കൃത്യമായിട്ട് ഒരു പ്രതികരണം ഇന്നേ വരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ വന്യജീവി മനുഷ്യ സംഘർഷം യഥാർത്ഥത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ ചെയ്യാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ അവസ്ഥ.